RCM ഇന്ന് 25 വർഷം അല്ലെ ആഘോഷിക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത് ഞങ്ങളുടെ 20 വർഷത്തെ ഞങ്ങളുടെ RCM എന്താ പറയാ ആ ഒരു അങ്ങോട്ട് സമർപ്പിച്ചു കൊടുത്ത ആ ഒരു സമർപ്പണ ജീവിതം. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 18 വർഷങ്ങൾക്ക് മുമ്പാണ് RCMന്റെ ആശയം അല്ലെങ്കിൽ പൊരുള് മനസ്സിലായത്. അതുവരെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്തോ പറ്റിക്കലൊക്കെയാണ് എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് 2008 ഞാൻ അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് ഒരുപാട് വിഷൻ, അതായത് മൂർത്തി സാറിനെ കുറിച്ച് ഏറെ മതിപ്പ് തോന്നി. അതുവരെ ഞാൻ ചോദിച്ചിരുന്നത് എന്ത് RCM കണ്ടിട്ടാണ് ജോലി ഉപേക്ഷിച്ച് RCMനെ ഒരു പ്രൊഫഷനാക്കി എടുത്തിരിക്കുന്നതെന്ന ചോദ്യം പലവട്ടം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. കാരണം അന്ന് വിജയിച്ച ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല, നല്ലൊരു RCM ഷോപ്പ് ഞാൻ കണ്ടില്ല. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന TCG അദ്ദേഹം കൈവശം കൊടുത്തതാണ് മൂർത്തി സാറിന്റെ എന്ന് വരെ പറഞ്ഞ് എന്നെ ജോത്സ്യന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വന്നിരുന്ന കാലത്ത് 2008 ഞാൻ അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് എനിക്ക് ഒരുപാട് എന്താ പറയാ ഉൾക്കരുത്ത് നൽകിയെന്ന് വേണം പറയാൻ. അന്ന് കിട്ടിയ ഉൾക്കരുത്ത് ഇന്നും അന്ന് എന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ മണ്ടി പെണ്ണ് എന്ന് വിളിച്ചിരുന്നു. എല്ലാവർക്കും അങ്ങനെയൊക്കെ ഒരു വിളി കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഒരു അന്തർമുഖത്വം, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആവുക. അതിൽ നിന്നൊക്കെ ഇന്ന് ഈ ഒരു കരുത്ത് ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു RCM. ആ പെൺകരുത്തിൽ ഇന്ന് എന്റെ കൂടെ എനിക്കറിയാം, ഇന്ന് ഈ ഹാളിൽ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ മുഴുവനും പെൺകരുത്ത് RCMന്റെ കരുത്ത് അറിഞ്ഞിട്ടുണ്ട്, അതിൽ വളർന്നിട്ടുണ്ട്. കാണുന്ന ലോകം RCM ആക്കി മാറ്റിയിട്ടുണ്ട്, കേൾക്കുന്ന ലോകം RCM ആക്കി മാറ്റിയിട്ടുണ്ട്, പറയുന്ന ലോകം RCM ആക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞ നിങ്ങൾ ഇന്ന് കാണുന്ന ശരിക്കും പറഞ്ഞ ഒരു സഫയർ എന്നുള്ള പദവിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നിങ്ങൾ പിൻ ലെവലുകളല്ല നോക്കേണ്ടത്. നമുക്ക് TCG നൽകിയിട്ടുള്ള ഓരോ ആശയങ്ങളുണ്ട്. ഓരോ കുടുംബത്തിന് നമുക്ക് കിട്ടുന്ന സംസ്കാരം, ഭക്ഷണം എന്ന സംസ്കാരം, ഹൈജീൻ എന്നതുപോലും സംസ്കാരമാണ്, ബ്യൂട്ടി എന്നതുപോലും സംസ്കാരമാണ്, അതൊരു കൾച്ചർ തന്നെയാണ് എന്ന് പഠിപ്പിച്ച എന്റെ ആദ്യത്തെ സർവകലാശാല ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും that is one and only RCM. അതുകൊണ്ട് തന്നെ എന്റെ മകൻ MBBS കംപ്ലീറ്റ് ചെയ്തു. അവനോട് ഞാൻ പറഞ്ഞത്, നീ വേറെ ജോലിക്കൊന്നും പോണ്ട, യു ടേക്ക് RCM as a profession. കാരണം ഡോക്ടർ പ്രൊഫഷൻ ഏറ്റവും നോബിൾ ആയിട്ടുള്ള പ്രൊഫഷനാണ്. പക്ഷേ RCM പ്രൊഫഷൻ അതൊക്കും മീതെയാണ്. ഒരു ഡോക്ടർ വിചാരിച്ച ഒരു പക്ഷേ രോഗം ചികിത്സിച്ച് ഭേദാക്കാൻ സാധിച്ചേക്കും. പക്ഷേ നമ്മൾ RCM ഫാമിലി ഒന്നടങ്കം ഒത്തുചേർന്ന് പ്രവർത്തിച്ച ആ രോഗം വരാനുള്ള റൂട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാൻ നമുക്ക് ഏവർക്കും സാധിക്കും. ഈ ഒരു ആശയത്തെ മുറുകെ പിടിച്ച് എന്റെ RCM ഫാമിലി ഞങ്ങളുടെ കൂടെ, സഫയർ ഫാമിലി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും, RCM കുടുംബം, TCG ആൻഡ് ഫാമിലി ആൻഡ് ഓൾ ദ അതർ സെഗ്മെന്റ്സ് എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്തുകൊണ്ട് വലിയൊരു ധനികനാവാൻ, എല്ലാ തരത്തിലും എല്ലാ തലത്തിലും ധനികനാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രം ഇവിടെ നിർത്തിക്കൊണ്ട് നിർത്തുന്നു. ഗുഡ് RCM.